പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നിന്നാണ്. അവിടെ ദൈവം അബ്രഹാമിനോട് പറയുക, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക എന്നുള്ള ഒരു കാര്യം അബ്രഹാമിനോട് ദൈവം പറയുകയാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് വാക്ക് ബിഫോർ മീ എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ പറഞ്ഞത്? ഞാൻ ചിന്തിച്ചു, ദൈവത്തിനോടൊപ്പം നടക്കാനല്ലേ പറയേണ്ടത്, അല്ലെ കൂടെ നടക്കാനല്ലേ പറയേണ്ടത്? നമ്മൾ ചിന്തിക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ കാൽച്ചുവടുകൾ എടുത്തു വെക്കുമ്പോൾ, ദൈവത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് വിവിധ പ്രശ്നങ്ങളിൽ കൂടി പരീക്ഷകളിൽ കൂടി ദൈവം നമ്മളെ കടത്തിവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്വഭാവവും ക്രിസ്തു യേശുവിന്റെ ഭാവവും നമ്മളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദൈവം നമ്മളെ വിവിധ പ്രശ്നങ്ങളിൽ കൂടി കടത്തിവിടുന്നത്. വിശ്വാസമുണ്ടോ വചനത്തിൽ, ദൈവത്തിൽ അടിയുറച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ നമ്മളെ ദൈവം ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. യോഹന്നാൻ സ്നാപകനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തനിക്ക് മുമ്പായിട്ട് യോഹന്നാൻ സ്നാപകനെ അയക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന് വേണ്ടി വഴി ഒരുക്കാൻ വേണ്ടിയിട്ട്. ദൈവിക സ്വഭാവമാണ് അദ്ദേഹം മരുഭൂമിയിൽ പ്രസംഗിക്കുമ്പോൾ കാഴ്ചവെക്കുന്നത്. എന്തുവാണ് അദ്ദേഹം പറയുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന് മുമ്പാകെ നാം ഓരോരുത്തരും നടക്കുമ്പോൾ നമ്മെ കാണുന്ന ഒരു കണ്ണുണ്ട്. ദൈവത്തിന്റെ സ്വഭാവത്തിനായി, ഉദ്ദേശത്തിനായി നമ്മൾ നടക്കുക. അപ്രകാരം ചിന്തിക്കുക. ഒരു ദിവസം മാത്രമല്ല ഇത് ചെയ്യേണ്ടത്, സ്ഥിരതയോടെ. വാക്ക് ബിഫോർ മീ എന്നുള്ള ഹീബ്രു അർത്ഥം ഇത്രമാത്രമാണ്. സ്ഥിരതയോടെ നമ്മൾ ജീവിക്കുക. ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ അല്ല ദൈവത്തിനെ വിശ്വസിക്കേണ്ടത്, ദൈവശബ്ദം കേൾക്കേണ്ടത്. സ്ഥിരതയോടെ നടക്കുക. അങ്ങനെയെങ്കിൽ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോട് ദൈവം സംസാരിക്കുകയാണ്. ദൈവത്തിന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കതയോടെ ജീവിക്കുക. കാരണം നമ്മുടെ ഹൃദയത്തെ അറിയുന്ന നല്ലവനായ ഒരു കർത്താവുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.